A very good afternoon, each one of you, my dear OET aspirants. I can see Rajita there. Ellaru kerike pettunna. So today's live session is going to be taken by, as you all know, this is Shali Shashidharan, and we have our favorite Sal sir along with us. Very good afternoon, sir. How are you doing? Very good afternoon to all of you. Very this good is Sal afternoon, with sir. Shali Shashidharan. Okay, Rajita Srijit, hi. Rajita Srijit, good morning, good morning. എൻ്റെ കുട്ടികളെല്ലാവരും ഞങ്ങളുടെ കുട്ടികളെല്ലാവരും പെട്ടെന്ന് കയറി നാളെ നമ്മുടെ എക്സാം അല്ലേ ഞങ്ങൾ ലാസ്റ്റ് സെഷൻ ലൈവ് സെഷൻ വന്നത് അതായത് കഴിഞ്ഞ ശാലിക്ക് പറയുമ്പോൾ ഏത് ദിവസമാണ് ഒക്ടോബർ 28 എക്സാമിന്റെ തലേ ദിവസമായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ അന്നത്തെ ദിവസം ഒരുപാട് ഇൻഫോർമേറ്റീവ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ഒരുപാട് എക്സ്പ്ലനേഷൻ അല്ലേ? അത് ഗ്രാമർ സൈഡ് ആയാലും റൈറ്റിംഗ് സൈഡ് ആയാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. ആക്ച്വലി ടുഡേസ് ക്ലാസ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ പ്രീവിയസ് സെഷൻ. ഓക്കെ, വി ഹാവ് പ്രിപ്പയർഡ് സോ മെനി ക്വസ്റ്റ്യൻസ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയണ്ടേ ശാലി? നമ്മുടെ കുട്ടികളുടെ പരീക്ഷയാണ് നാളെ എക്സാം ആണ്. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് നാളെ എക്സാമിന് വേണ്ടിയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇന്നത്തെ ലൈവ് സെഷനിൽ കയറും. ഓക്കെ, അവർക്ക് വേണ്ടി ഒരു നല്ല സാധ്യത തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് റൈറ്റിംഗ്, നാളത്തെ നമ്മുടെ കുട്ടികളുടെ റൈറ്റിംഗിന് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ മൈൻഡ് ബ്ലോക്ക് അത് തന്നെ സൂട്ടബിൾ വേർഡ്. ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാവാത്ത രീതിയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ യു ഡോണ്ട് വറി അബൌട്ട് ടുമോറോസ് റൈറ്റിംഗ് സെഷൻ. ആബ്സല്യൂട്ട്ലി വൗ. സോ ഈ ഒരു എനർജി അല്ലേ സർ? ഈ ഒരു എനർജി തന്നെയാണ് സർ ഇപ്പോൾ സ്റ്റുഡൻസ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതേസമയം എനിക്ക് ഷാലിയോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഒന്ന്, നമ്മുടെ കഴിഞ്ഞ ദിവസം ലൈവ് സെഷൻ ഞാൻ ഓൾറെഡി ഐ പ്രോമിസ്ഡ് മൈ സ്റ്റുഡൻസ് ദാറ്റ് today's class is the continuation of the previous sessions. Absolutely, purely sir. Because of that reason they are expecting something from us. നമ്മുടെ ഏതൊരു ഗ്രാമർ സെഷനിലായാലും നമ്മൾ എപ്പോഴും ഒരു റിവിഷൻ പ്രോഗ്രാം നമ്മൾ ചെയ്യാറുണ്ട്. അത് നമ്മുടെ സ്റ്റുഡൻസിനല്ല, അത് വെദർ ഇറ്റ് ഈസ് ഇൻ ഓഫ്ലൈൻ ഓർ ഓൺലൈൻ, ഏതിലായാലും നമ്മളൊരു റിവിഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ ശാലിയുടെ എന്റെ കുഞ്ഞു റിക്വസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒരു ഫാസ്റ്റ് നമ്പർ 4 minutes. ഓക്കെ, ഞാൻ ചായ കുടിച്ചിട്ട് വരുന്നത് ശാലി ഒന്ന് പൊളിക്കും. ഓക്കെ, അപ്പം കഴിഞ്ഞ അതായത് 27th ലൈവ് സെഷൻ, അതായത് ഒക്ടോബർ 27th ലൈവ് സെഷൻ, ആ 1 മണിക്കൂർ 45 minutes പ്രോഗ്രാം ശാലി വെറും 3-4 minutes കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുവരെ ഞാൻ എന്റെ കുട്ടികൾക്ക് വിഷയങ്ങളുടെ റിപ്ലൈ കൊടുക്കണം. They are awaiting our reply. Okay, everybody is eager to watch our programs. Okay, please you carry on. So sir, as we can see, we have only 52 participants. നാളത്തെ എക്സാം ആയതുകൊണ്ട് ഒന്ന് ചെറിയ ബ്രേക്ക് എടുത്തതാണോ? ആ ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ we have only 52 participants people. So I request each one of you to share maximum as you can so that maximum students can join along with us. ഞാൻ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് നമ്പർ പ്രീവിയസ് സെഷനിലെ ഒരു 5 minutes ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് I would appreciate if I could have many students. I can see only 52 participants. 52 participants. No, 50. 110 participants. 110, okay. But we have got only 9 shares. 9 okay, shares. Please, what are you waiting please, for? എല്ലാവരും ഷെയർ ചെയ്തേ. എല്ലാവരും പ്ലീസ് എല്ലാവരും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ലൈവ് സെഷൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികളും, നാളെ നമുക്ക് എക്സാം പൊളിക്കണ്ടേ? എല്ലാവരും നിങ്ങളുടെ ഓരോ ഷെയറിൽ കൂടി ഇത് നാളെ ഈ എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് കുട്ടികളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. എല്ലാവരും വിജയിക്കട്ടെ. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു കുട്ടിക്കും ഇത് ബെനിഫിഷ്യൽ ആവണം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ലൈവ് സെഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. It should be spectacular today. Okay, അപ്പോൾ ഞാൻ നമ്മുടെ കുട്ടികളെല്ലാം ഷെയർ കൂടുന്നുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം ഷെയർ ചെയ്തോളും. ഷാലിയ ഫാസ്റ്റ് നമ്പർ നമ്മുടെ പ്രീവിയസ് സെഷൻ. Right. So എല്ലാവർക്കും can you all see the screen? The first question, can you all see the first question? First question screen il varate, right? Everybody can see this question. Expand the following sentence. We should revise this in 5 minutes, all of you. So yes, first question. Third, fourth, fifth question on a screen lo ulladu. I want sir, please, management team, please show the first question if possible. Right people, so fine, let's move on to the first question. You all can see the question on your screen. നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാം. എൻ്റെ കൂടെ എല്ലാവരും ആൻസർ ചെയ്ത് പോവുക. എക്സ്പാൻഡ് ദ ഫോളോയിങ് സെന്റൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ നെയിം ഓഫ് ദ പേഷ്യന്റ് തന്നിട്ടുണ്ട്, മിസ്സസ് എക്സ്. ഐ വോണ്ട് ഓൾ ഓഫ് യു ടു എക്സ്പാൻഡ് ദാറ്റ് സെന്റൻസ്. അതിനകത്ത് മെഡിക്കൽ ഹിസ്റ്ററി പ്രകാരം മിസ്സസ് എക്സിന് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് at the age of 16, tonsillectomy at the age of 15,
appendectomy at the age of 15, sorry, tonsillectomy at the age of 8, appendectomy at the age of 15, varicocele at the age of 19, percutaneous embolization perform ചെയ്തിട്ടുണ്ട്. How are we supposed to expand it? So we are supposed to expand it as Mr. X had infectious mononucleosis at the age of 16. Mr. X underwent tonsillectomy and appendectomy at the age of 8 and 15, comma, respectively. Mr. X had varicocele at the age of 19, comma, for which percutaneous embolization was performed. എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Supporting connector യൂസ് ചെയ്തിട്ടാണ് ഞാൻ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. Look at the next question. Expand the following is the next question. Name of the patient is Mrs. X, a businesswoman and works online. Father had congenital heart disease. Husband is a busy person, has 3 school-going children, hypertension on medication, take vitamin supplements, not perform exercise. നിങ്ങൾക്ക് മനസ്സിലായി കാണും that this I have copied from the social background of a patient, right? And how are we supposed to expand the social background? You all should know, and we really want you to know that social background appo vannalum, please do not mess with the tense. We expand the sentence in simple present tense, right? Simple present tense. Appo engane expand cheya? Mrs. X is a businesswoman and works online. Her father had congenital heart disease. Her husband is a busy person. She has 3 school-going children. She has hypertension, comma, for which she is on medication, allengi comma, for which she takes medication. She takes subject singular anengil verb singular, you will add s to the verb. She takes vitamin supplements. She does not perform any exercise, right? Moving on to next question. I am writing to refer Mr. Dawson who requires. When do we add s to the verb? As per subject verb agreement, when subject is singular, verb is singular, we add s to the verb. When subject is plural, verb is plural, we do not add s to the verb. And as per this question, you will add s to the verb. So who requires assistance to improve his ambulation? Who requires what and assistance? Who requires instruction and assistance? Who requires recommendation and assistance? Noun aanu vendathu, and advice-lum edana noun? ADVICE is noun and SC is verb, right? Moving on to the next question. Mr. Dawson dash cerebrovascular accident 4 years ago. 4 varsham mumba, 4 saal pehle. Mr. Dawson dash cerebrovascular accident 4 years ago and his rehabilitation was generally successful. 4 varsham mumbate karyam, which any action that started in the past, completed in the past, which has no connection with the present, we expand that sentence in simple past. Okay, so Mr. Dawson had cerebrovascular accident 4 years ago and his rehabilitation was generally successful. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു സർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട് നമുക്ക് ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. യെസ് സർ, ഷുവർ. അപ്പം അതിനു മുമ്പ് നമ്മുടെ ഷെയർ, നമ്മുടെ കുട്ടികൾ എത്ര പേര് എത്ര കുട്ടികൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു? എല്ലാവരും we need your active participation. Okay, at the same time we would like to come to know the one who is here for the first time. Okay, പുതിയ കുട്ടികൾ ഏതെങ്കിലും എത്ര കുട്ടികൾ പുതുതായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ന്യൂ, ഐ എം ന്യൂ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. പ്ലീസ് ഡു ഫാസ്റ്റ്, പ്ലീസ് ഡു ഫാസ്റ്റ്. യെസ് പീപ്പിൾ. അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് നമ്മൾ എത്ര കുട്ടികൾ ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു? 270-200ഓളം കുട്ടികൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആകെ വന്നിട്ടുള്ള ഷെയർ 41 ആണ്. പോരാ, എല്ലാവരും ഷെയർ ചെയ്തേ, എങ്കിലേ ഞങ്ങൾക്ക് ഒരു അജിലിറ്റി കിട്ടത്തുള്ളൂ. ശരിയല്ലേ? ഞങ്ങൾക്ക് ഇത്രയും ഒരു ഉത്സാഹം, അത്രയും എനർജി കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് തീർച്ചയായും. അറ്റ് ദ സെയിം ടൈം ഇത് എത്രാമത്തെ നമ്മുടെ ലൈവ് സെഷൻ ആണെന്ന് ശാലിക്കറിയോ? ഞങ്ങൾ ഒന്നിച്ചുള്ള ഞങ്ങളുടെ 8ാമത്തെ ലൈവ് സെഷൻ ആണ്. കഴിഞ്ഞ എല്ലാ സെഷനിലും we have got an excellent participation. True, sir. Then support from your side. Thank you for everything. ഇതെല്ലാം നമ്മൾ റിസൾട്ട് ആക്കി മാറ്റണം. നമ്മുടെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ എന്താണ് അല്ലേ? ഇവരുടെ റിസൾട്ട് ആണ്, ഞങ്ങളുടെ കുട്ടികളുടെ റിസൾട്ട് ആണ്. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ഇതിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്? വി വുഡ് ലൈക്ക് ടു കം ടു നോ. ന്യൂ ആണെങ്കിൽ ജസ്റ്റ് ഇൻഫോം us. ഓക്കെ, പ്ലീസ് ന്യൂ. ഓക്കെ, ഒരുപാട് കുട്ടികൾ ന്യൂ പുതുതായിട്ട്. അശ്വന്ത് UK, ഐ ആം ന്യൂ. യെബൻ ഡൊമിനിക് ന്യൂ. ഭാവു പട്ടേൽ ന്യൂ. ചിന്നു സാജൻ ന്യൂ. ഒത്തിരി സ്റ്റുഡൻസ്. റോബിൻ, നിങ്ങളുടെ പുതിയ കുട്ടികൾ വരുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി വളരെ എന്താ പറയാ, കണ്ടന്റഡ് ആവും അല്ലേ? നമ്മൾ ഒരുപാട് കണ്ടന്റഡ് ആവും. ഓക്കെ, കണ്ടന്റ് മീൻസ്
സാറ്റിസ്ഫൈഡ് ആണ്. Satisfied ഞങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ ഞങ്ങൾക്ക് മുമ്പോട്ടുള്ള ഈ സെഷൻ ചെയ്യാൻ പുതിയ ഒരുപാട് എക്സ്പ്ലനേഷൻ എല്ലാ രീതിയിലും, ഈവൻ സ്പെല്ലിംഗ് പോലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കുട്ടികൾ പുതുതായിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ എല്ലാവരും ഐ റിക്വസ്റ്റ് എവറിബഡി ടു ഷെയർ ദിസ് ലൈവ് സെഷൻ ടു അതേഴ്സ്. പ്ലീസ് ഡു ഫാസ്റ്റ്. തുടങ്ങാം നമുക്ക്. യെസ് സർ, ഷുവർ. നമ്മുടെ കുട്ടികൾ ചെയ്യും. നമുക്ക് എക്സാക്ട്ലി സർ. So with this belief that you will share, right, with the trust that we have on you that you will share, please students, it's our humble request, maximum share, let this reach to maximum students. നിങ്ങൾ കാരണം ഒരുപാട് ന്യൂ സ്റ്റുഡൻസ് നമ്മുടെ ലൈവ് സെഷൻ ഇപ്പോൾ കാണുന്നുണ്ട്, and അതിന്റെ full credit goes to you. End of the day, your success is our success, isn't it sir? Yes, of course. Right. So see, let's start our today's session with question number. Let's start with the next question. Question number 3. എല്ലാവർക്കും question number 3 സ്ക്രീനിൽ കാണാമോ? Yes people, question number 3 നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീനിൽ കാണാം. Let's talk about question number 3. Fortunately ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല because I want your participation. അത് വളരെ മോശമായി ഞങ്ങളുടെ കുട്ടികൾക്ക് ഓപ്ഷൻ കൊടുക്കാനും. So because sir the students എനിക്ക് faith ഉണ്ട് that they will answer it correctly. തീർച്ചയായും എല്ലാവരും ആൻസർ ചെയ്യണം. There is no option. ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങളുടെ സ്വന്തം സ്കിൽ, നിങ്ങളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ചാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എല്ലാവരും മെസ്സേജ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തോ. Right sir. So question ആണ് -26/06/2010, Mrs. X dash with graced palms and hands dash a fall. 3 blank ആണുള്ളത്. I want you all to answer that blank in the chat box. I want everybody, each and everyone should participate in this chat. People, come on, participate. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഡേറ്റ് ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്. ഓക്കെ, ഒരു ഡേറ്റും മന്തും ഇയറും കൂടി കടന്നു വന്നാൽ ഇയറിന് മുന്നിൽ എന്ത് പ്രപ്പോസിഷൻ ആണ്, മന്തിന് മുന്നിൽ എന്ത് പ്രപ്പോസിഷൻ ആണ്, ഡേറ്റിന് മുന്നിൽ എന്ത് പ്രപ്പോസിഷൻ ആണ്, ഇതിനെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് എല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ നമ്മൾ 3 കൂടി കടന്നു വരുമ്പോൾ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ഫോർ ഡേറ്റ് ആണ്. അപ്പൊ ഡേറ്റിന് മുന്നിൽ ഏത് പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത മിസ് എക്സ് ആണ്. എന്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഏത് വേർബാണ് യൂസ് ചെയ്യുക അത് നോക്കുക. പിന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് ഡാഷ് എ ഫോൾ. ഇതിൽ 3 കാര്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത്. നോക്കി നമ്മുടെ കുട്ടികൾ എല്ലാവരും കറക്റ്റ് ആണ്. എല്ലാവരും ഓപ്ഷൻ തരാതിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത്. എക്സാക്ട്ലി കറക്റ്റ് ആൻസർ. ഡേറ്റ് കറക്റ്റ് ആണ്, ഡേറ്റ് എല്ലാവരും കറക്റ്റ് ആണ്. ഇനി മിസ്റ്റർ എക്സ് കഴിഞ്ഞ് ബാക്കി എന്തായിരിക്കും നോക്കി. പ്രസന്റഡ്. സൂപ്പർ. ആരെങ്കിലും വാസ് പ്രസന്റഡ് വന്നിട്ടുണ്ടോ നോക്കി. ഇല്ല സർ, എല്ലാവരും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം എടുക്കലാണ് കേട്ടോ. അതേസമയം പുതിയ സ്റ്റുഡൻസ്, ന്യൂ സ്റ്റുഡൻസ് എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. വി ആർ ദെയർ ടു കറക്റ്റ് യുവർ മിസ്റ്റേക്സ്. ഓക്കെ, എക്സാക്ട്ലി. നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട. ആസ് ലോങ് ആസ് വി ആർ ഹിയർ, ഞങ്ങൾ ഉള്ളിടത്തോളം കാലം യു ഡോണ്ട് വറി അറ്റ് ഓൾ അബൌട്ട് യുവർ റൈറ്റിംഗ്. ഓക്കെ, റൈറ്റ് സർ. സോ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സർ. ചെയ്യാം. റൈറ്റ്. ഞാൻ ചെയ്യട്ടെ. Yes sir, sure, please. സാറിന്റെ അടുത്ത് തന്നെ വരുമായിരുന്നു സർ. പ്ലീസ് ഗോ അഹെഡ് വിത്ത് ദ എക്സ്പ്ലനേഷൻ അബൌട്ട് ഓൺ. എനിക്കറിയാം യുവർ ഫേവറേറ്റ് ആണ് ഈ പ്രപ്പോസിഷൻ. ഐ നോ ദാറ്റ്. യെസ് സർ, കം ഓൺ. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഒരു ഡേറ്റ് എവിടെ വന്നാലും നമ്മൾ ഓൺ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ. ഒരു മന്ത് എവിടെ വന്നാലും ഇൻ എന്ന പ്രപ്പോസിഷനും സിൻസും യൂസ് ചെയ്യാറുണ്ട്. അത് കോണ്ടസ്റ്റ് മാറും. അപ്പൊ സെന്റൻസിന്റെ സ്ട്രക്ചർ മാറും, ടെൻസ് മാറിപ്പോവും. അതുപോലെ ഇയർ വന്ന 2010 ഒരു ഇയർ വന്നാൽ നമ്മൾ സാധാരണ ഇൻ യൂസ് ചെയ്യും, ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സിൻസിനും സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഇത്രയും വെച്ച് നോക്കിയാൽ ഇതൊരു കംപ്ലീറ്റഡ് ആയ ടൈമാണ്. നിങ്ങൾക്കറിയാലോ, 26/6/2010, 26 ജൂൺ 2010 എന്നുള്ളത് ഒരു കംപ്ലീറ്റഡ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഈ 3 കൂടി കടന്നു വന്നാൽ പ്രയോറിറ്റി എപ്പോഴും എന്തിനു കൊടുക്കണം, ഡേറ്റിന് കൊടുക്കണം. അപ്പോൾ നമ്മളവിടെ ഓൺ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തു. അവിടെ നമ്മൾ 2000 ഇയർ കഴിയുമ്പോൾ എന്ത് ചെയ്തു, കോമയിട്ടു. ഓക്കെ, അവിടെ നമ്മൾ കോമയിട്ടു. അതെന്തിൻ്റെയാണ്, ഒരു ഡേറ്റ് എവിടെ ആദ്യം എഴുതിയാലും നിങ്ങൾ കോമയിട്ട സെന്റൻസ് പിന്നെ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ നമ്മൾ മിസ് എക്സ് എന്നിട്ടു. എന്തുകൊണ്ടാണ് എം ക്യാപിറ്റൽ ഇട്ടത്, അത് മിസ് ആയതുകൊണ്ടാണ്. എക്സ് എങ്ങനെ വന്നു, പ്രസന്റഡ് ആണോ പ്രസന്റ് ആണോ, അതെ വാസ് പ്രസന്റഡ് ആണോ, പ്രസന്റഡ് വിത്ത് ആണ്. എന്തുകൊണ്ടാണ്, പേഷ്യന്റ് ഒരിക്കലും പ്രസന്റ് എന്ന വേർബ് ഉപയോഗിക്കുമ്പോൾ അതിനു മുന്നിൽ നമ്മൾ വാസ് എന്നോ യൂസ് ചെയ്യാറില്ല. കാരണം അത് ആക്റ്റീവ് വോയിസിൽ മാത്രം നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ് പ്രസന്റഡ്. അപ്പൊ സെൽഫ് ആണ്, പേഷ്യന്റ് കോൺഷ്യസ് ആണ്. പ്രസന്റഡ് വിത്ത് ഗ്രേസ്ഡ് പാംസ് ആൻഡ് ഹാൻഡ്സ് ഡാഷ് എ ഫോൾ. പറഞ്ഞ എന്തൊരു ഫോൾ ആണ്, ഫോളോഡ് ഫോളോഡ് ഫോൾ അല്ല, ഫോളോയിങ് എ ഫോൾ. ഒന്നുകൂടി പറഞ്ഞേ, ഫോളോയിങ്ങിന്, അതായത് വീഴ്ചയെ തുടർന്ന്. അവിടെ നിങ്ങൾ ഫോളോഡ് അപ്ലൈ ചെയ്യരുത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ, സർ ഒരു ചാൻസും തന്നിട്ടില്ല സർ. എല്ലാ എക്സ്പ്ലനേഷൻ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. അതിനകത്ത് സർ ഒന്നും വിട്ടിട്ടില്ല. യു ഹവ് കവർഡ് ഓൾ ദ പോയിന്റ്സ് ആസ് എവറിബഡി സെഡ് that on 26/06/2010, Mrs. X presented with grace palms and hands following a fall. Everybody's answer are right. On presented. And idakku Sal sir, you are so handsome, wonderful, very good sir. And idakku option ആണ്. I'm so happy about it. Did you David? Right, yes sir, right. So sir de എന്താണ് ഇതിന്റെ ഉള്ള രഹസ്യം? നിങ്ങളുടെ കറക്റ്റ് ആൻസേഴ്സ് ആണോ, അത് സ്റ്റുഡൻസിന്റെ ഒരു എനർജി ആണോ, എന്താണ് സർ? ഞങ്ങളെല്ലാം ഒരു റേഞ്ചിലുള്ള ആളുകൾ. റേഞ്ചിൽ, ഓ അങ്ങനെ, അതുകൊണ്ടാണ്. ഓൾ റൈറ്റ് പീപ്പിൾ, സോ യെസ്, ലെറ്റ്സ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് കറക്റ്റ്? ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ്? 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഷീ ഫെൽറ്റ് ഡിസി ആഫ്റ്റർ ഫോൾ, ഷീ വാസ് ഫീൽ ഡിസി after fall, she was felt dizzy after fall. Which one is the right answer and why? I want you to answer which one is the right answer and why. Yes people. Which of the following is correct? She felt dizzy after fall, she was feel dizzy after fall, she was felt dizzy after fall. ഈ 3 ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. ഇതിൽ ഏത് കാണും? വിച്ച് വൺ ഈസ് കറക്റ്റ്? നിങ്ങൾ ആലോചിക്കുക. ഇതിൽ ഷീ ഫെൽറ്റ് ആക്റ്റീവ് വോയിസ് ആണ്. ഷീ വാസ് ഫീൽ, അത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ വോസ് എന്ന ഓക്സിലറി വന്നു, ഫീൽ എന്ന വേർബ് വന്നു. അപ്പോൾ ആ സെൻറ്റൻസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നിങ്ങൾ ഒരു ബേസിക് കോമൺ സെൻസ് നമ്മളൊന്ന് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളത് ഷീ വാസ് ഫെൽറ്റ് ഡിസി ആഫ്റ്റർ ഫോൾ ആണ്. ഇതിൽ ആ സെൻറ്റൻസ് അതൊരു പാസീവ് സെൻറ്റൻസ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർക്ക് ഒരെണ്ണം വെട്ടിക്കൊടുക്കാം. ഒരെണ്ണം ഒരു ലോജിക്കല്ലാത്തൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും റൈറ്റ് ആൻസർ പറഞ്ഞു. ആണോ? അപ്പോൾ അതിന്റെ ആവശ്യം വന്നില്ല. നമ്മുടെ പിള്ളേരൊക്കെ എന്നാ അടിപൊളി പിള്ളേരാണ്. സീരിയസ്ലി സർ, ഞാൻ വിചാരിച്ചെന്തോ ഷീ വാസ് ഫീൽ ഡിസി ആഫ്റ്റർ ഫോൾ എന്ന് വെട്ടിക്കൊടുത്താൽ മറ്റേ 2 എണ്ണം കൊടുക്കുമല്ലോ. അപ്പൊ നമുക്ക് ഈ ഷീ വാസ് ഫെൽറ്റിൽ ആരെങ്കിലും വീഴുമെന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലാതെ തന്നെ പറഞ്ഞു. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് ഷാലി തന്നെ പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ ഷാലി മിസ് അതിന് എന്താണ് റീസൺ എന്ന് പറഞ്ഞു തരും. ഓക്കെ, സോ സീ യു ഓൾ നോ, ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ഓൾ ആൻസർഡ് ഇറ്റ് കറക്റ്റ്ലി. ഷീ ഫെൽറ്റ് ഡിസി ആഫ്റ്റർ ഫോൾ. End of the day, ultimately she herself felt that, right? Patient ne kondu feel cheyipichadalla, she herself felt that, right? So she felt dizzy after fall. Felt is the second form of the verb. Feel, felt, yes, right? So idu edu felt second form of the verb. Why have we used second form? Because as per simple past tense, subject plus V2 plus object. When do we use some simple past? Any action that has no connection with the present, we use simple past. Why have we used active voice? എന്തുകൊണ്ടാണ് active voice യൂസ് ചെയ്തത്? കാരണം patient സ്വന്തമായിട്ടാണ്. She herself felt, right? She felt dizzy after fall. It has not been helped by somebody else or it has not been forced by somebody else. She herself felt that. She herself experienced it. Right? Just like she presented, she visited, she represented, she complained, she reported. Ellam active voice ആണ്. Right people? She felt dizzy after fall എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. she felt, അവൾക്ക് സ്വമേധയാ തോന്നിയതാണ്. Right. Okay? അവൾക്ക് ഡിസി ഫെൽറ്റ് ആയതാണ്. She was feel ഒരിക്കലും നമ്മൾ എഴുതില്ല. ഒന്നുകിൽ ഷീ വാസ് ഫീലിംഗ് എന്ന് എഴുതണമായിരുന്നു. ഷീ വാസ് ഫീലിംഗ് എന്ന് എഴുതിയാൽ ആ സെന്റൻസിന് ഒരു ലോജിക് സൈഡ് ഉണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അല്ലേ? ഷീ വാസ് ഫെൽറ്റ് ഡിസി എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട്ലി ദാറ്റ് ഈസ് പാസീവ് വോയിസ് ആണ്. അവളെ അങ്ങനെ ഫെൽറ്റ് ചെയ്യിച്ചു ബൈ ഫോഴ്സ്ഫുള്ളി സമ്മൺ എന്നാണ്. ഒരിക്കലും അതൊരിക്കലും പോസിബിൾ അല്ല. ദാറ്റ് സെന്റൻസ് ഡസന്റ് ഹാവ് എനി ലോജിക് സൈഡ്. അപ്പം വിച്ച് ഈസ് റൈറ്റ് വൺ? ഫസ്റ്റ് വൺ സർ, എ. എ ആണ് റൈറ്റ്. അപ്പൊ നമ്മുടെ കുട്ടികളെ ഷെയർ ഒക്കെ നോക്കി, നമ്മുടെ കുട്ടികളുടെ എത്ര പേര് അത് കാണുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ Exactly sir, 175 participants ഉണ്ട് sir. Share, I'm not able to 75 അല്ല 222 participants. Okay, but 80 shares. ഒരു 20 പേരുടെ ആത്മാർത്ഥമായി വളരെ സിൻസിയറായി ഫ്രം ദ ഹാർട്ട് എല്ലാവരും 20 സ്റ്റുഡന്റ്സ് 80 shares or 2 ഇനി 20 shares മതി. 200 shares വേണം നമുക്ക്. നമുക്ക് ആദ്യം 100 എടുക്ക പോരെ സർ? നല്ല ക്വസ്റ്റ്യൻസ് ഈ തവണ നമ്മൾ കൊണ്ടുവന്നേക്കാം സർ. അങ്ങനെ പറയല്ലേ. ഇത്ര നിങ്ങളുടെ ഷാലി മാം പിണങ്ങി കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ഭയങ്കര അഗ്രസീവ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെയർ ഇപ്പൊ കൂടും. എല്ലാവരും ഷെയർ ചെയ്തേ പ്ലീസ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. Come on people, please reach. Okay, ഞങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. 200 shares. Yes sir. So നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. And please help us reaching 200 shares people. It's a humble request. Okay, so next ക്വസ്റ്റ്യനിലോട്ട് പോവാം.
Fifth question again, which of the following statement is correct on a question? And the options are, her hands was cleansed with antiseptic, her hands were cleansed with antiseptic, her hands cleansed with antiseptic, her hand were cleansed with antiseptic. Which one is correct? Which one is Her hands സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ശ്രദ്ധിക്കുക. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഓക്കെ, ഹെർ ഹാൻഡ്സ് വാസ് ക്ലെൻസ്ഡ് ആണോ, ഹെർ ഹാൻഡ്സ് വെയർ ക്ലെൻസ്ഡ് ആണോ, അതെ, അത് രണ്ടും പാസീവിലാണ് സെന്റൻസ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഹെർ ഹാൻഡ്സ് ക്ലെൻസ്ഡ് വിത്ത് ആന്റിസെപ്റ്റിക് ആക്റ്റീവ് വോയിസ് ആണ്. ഹെർ ഹാൻഡ് വെയർ ക്ലെൻസ്ഡ് വിത്ത് ആന്റിസെപ്റ്റിക്. There are 4 options we have. Which one is correct? Which one is correct? Which one is correct? ആരും തെറ്റിക്കരുത്, ആരും തെറ്റിക്കരുത്. നമ്മുടെ സ്ഥിരമായി ഗ്രാമ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും, ബി ഗുഡിൽ സ്റ്റഡി ചെയ്യുന്ന ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, ഏതൊരു കുട്ടിക്കും പറഞ്ഞിരിക്കണം, തെറ്റിക്കാൻ പാടില്ല. പ്ലീസ്. എങ്ങനെയുണ്ട്? തെറ്റിച്ചു പറയുന്നു സർ. തെറ്റിച്ചു പറയുന്നു, തെറ്റിച്ചു പറയുന്നു. തെറ്റിച്ചു പറയുന്നു. നമ്മുടെ കുട്ടികൾ തെറ്റിക്കല്ലേ, തെറ്റിക്കല്ലേ. ഞാൻ 4 ഓപ്ഷൻസ് അങ്ങോട്ട് കൊടുത്തു, 4 ഓപ്ഷൻസ് അവർ ആൻസർ ഇട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരെണ്ണം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വേണ്ട സർ, പറയട്ടെ, നോക്കട്ടെ. എന്നാ ശരി, ഷാലി പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം. ടീച്ചർ പറ. I want to see. Please show the question, sir. Please show the question. Screen ഒന്നുകൂടെ question പോട്ടെ. സ്റ്റുഡൻസിന് question കാണുന്നില്ല. Come on. Please show the question once again. Yes, the question is, her hands. ആദ്യത്തെ ഓപ്ഷൻ ആണ്. See, the screen is shared. എല്ലാവർക്കും question കാണാം. അബിത, can you see the question? First option, her hands was cleansed with antiseptic, her hands were cleansed with antiseptic, option number B, her hands cleansed with antiseptic, option number C, and her hand were cleansed with antiseptic, question number D. Yes, screen shared on, dear students. Screen ippudum shared on. All of you, please look at the question and answer. Option number C, option number B. Option number A യും D യും കൂടെ പറഞ്ഞു, അപ്പോൾ എല്ലാം കവർ ആവുമല്ലോ. ഒരെണ്ണം അവർക്ക് ചെറിയൊരു ക്ലമൻസിയേഷൻ നമ്മുടെ കുട്ടികളെ. ശരി സർ, ആയിക്കോട്ടെ. ഇങ്ങോട്ട് നോക്കി എല്ലാവരും. ഹെർ ഹാൻഡ്, ലാസ്റ്റ് വൺ ഡി. എല്ലാവരും ശ്രദ്ധിച്ചേ. ഹെർ ഹാൻഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്തേ. ഹെർ ഹാൻഡ് എന്നുള്ള സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കി. ഹാൻഡ് നമുക്ക് ഇങ്ങനെ നമുക്ക് പഠിക്കാം, ഗ്രാമർ നമുക്ക് ഇങ്ങനെയും പഠിക്കാം. ഹെർ ഹാൻഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? Make it fast. All of you please answer her the question. Her hand singular ആണോ പ്ലൂറൽ ആണോ? Her hand last one D. Her hand singular ആണ്. അപ്പോൾ നമ്മൾ was ഇടുവോ വേർ ഇടുവോ? was ഇടണം. അപ്പോൾ വേർ cleansed with antiseptic. It is absolutely. പക്ഷേ സർ ഹാൻഡ്സ് ആണ് നമ്മൾ തന്നേക്കുന്നത്. ആണ്. അപ്പോൾ നമുക്ക് അതങ്ങ് ഒഴിവാക്കി കൊടുക്കാം. Her hand were cleansed with antiseptic absolutely കറക്റ്റ് അല്ല. റോങ് ആണ്. അപ്പൊ അത് കട്ട് ചെയ്തു. നമുക്ക് പിന്നെ 3 എണ്ണമേ ഉള്ളൂ. ആണല്ലോ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. താഴേന്ന് തുടങ്ങാം. എന്താ? തുടങ്ങാം അല്ല, ഏറ്റവും എളുപ്പം എന്ന് തുടങ്ങാം. അപ്പൊ നമ്മൾ ഡി അല്ല ആൻസർ എന്ന് മനസ്സിലായല്ലോ. ഇനി ഫസ്റ്റ് എ നമുക്ക് നോക്കാം. ഹെർ ഹാൻഡ്സ് വാസ് ക്ലെൻസ്ഡ് വിത്ത് ആന്റിസെപ്റ്റിക്. ഒന്നുകൂടെ പറഞ്ഞേ. her hands was cleansed with antiseptic. അപ്പൊ എന്റെ സംശയം, ഹെർ ഹാൻഡ്സ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കി. ഹെർ ഹാൻഡ്സ് എന്നുള്ളത് ഹാൻഡ് അല്ല, ഹാൻഡ്സ് ആണ്. ഹെർ ഹാൻഡ്സ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നമുക്ക് ഇങ്ങനെയും പഠിക്കാം. നിങ്ങൾ വന്ന വഴി ഈ റൂട്ടിൽ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. എന്താ ഫൈനൽ 2 ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ അതിൽ നിന്ന് അവർക്ക് കറക്റ്റ് കിട്ടും. അപ്പം ഡി അല്ല എന്ന് നമുക്ക് കൺഫേം ചെയ്തു. ഇനി നമ്മുടെ പ്രശ്നം എ ആണോ എന്നുള്ളതാണ്. നമുക്ക് ഏതാണ്? എ ആണോ എന്നുള്ളതാണ്. അപ്പൊ നോക്കി, പ്ലൂറൽ ആണ്. അപ്പൊ ഹെർ ഹാൻഡ്സ് കഴിഞ്ഞാൽ വാസ് ഇടുവോ? ഇല്ല, അവിടെ വേറല്ലേ വരണ്ടേ? അപ്പോൾ അതും തെറ്റാണ്. അപ്പൊ എയും തെറ്റാണ്, ഡിയും തെറ്റാണ്. ഇനി നമ്മുടെ മുന്നിലുള്ളത് 2 ഓപ്ഷൻസ് ആണ്. ഏതൊക്കെയുള്ളത്? ബിയും സിയും ആണല്ലോ. ഇനി നമുക്ക് ആദ്യം സിയിലോട്ട് പോവാം. ഹെർ ഹാൻഡ്സ് ക്ലെൻസ്ഡ് വിത്ത് ആന്റിസെപ്റ്റിക്. അത് ഏത് വോയിസാ? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. ഹെർ ഹാൻഡ്സ് ക്ലെൻസ്ഡ് വിത്ത് ആന്റിസെപ്റ്റിക്. ഏത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. സബ്ജക്ട് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. തെറ്റിക്കരുത്. അത് ഏത് ടെൻസാ? ഏത് ടെൻസാ? എല്ലാവരും അത് സോറി, ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന എല്ലാം സിമ്പിൾ പാസ്റ്റ് ആണ്. അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ നോക്കി. ആക്റ്റീവ് വോയിസ് ആണ്. വെരി ഗുഡ്, എക്സലന്റ്. അത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കൈ സ്വയമാണോ കഴുകിയത്? കൈ മറ്റൊരാൾ കഴുകപ്പെട്ടതാണോ? മറ്റൊരാളാൽ ഹെൽപ്പ് ഇല്ലാതെ പറ്റത്തില്ല. മറ്റൊരാളാൽ കൈ കഴുകിയതാണ്. മനസ്സിലായി? ബൈ സമ്മൺ ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഹെർ ഹാൻഡ്സ് ക്ലെൻസ്ഡ് വിത്ത് ആന്റിസെപ്റ്റിക് ഈസ്
absolutely wrong. wrong. പിന്നെ റിമൈനിങ് അവശേഷിക്കുന്ന ഒരു സെന്റൻസ് ഓപ്ഷനേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ നമ്പർ ബി. സിസ്റ്റർ ഷാലി തന്നെ പറഞ്ഞോളൂ. റൈറ്റ്. പറഞ്ഞോളൂ. Her hands subject plural ആണ്. And because it has been done by somebody else in the past, right? All those management that is done by somebody else during hospitalization should always be written in which voice? Should always be written in passive voice, right? If a process which is done by someone else, the sentence should be written in passive voice. No doubts it is compulsory, it is mandatory. Right. സബ്ജക്റ്റ് അണ്ടർസ്റ്റുഡ് ആവുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എസ്പെഷ്യലി ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും അത് നമുക്കറിയാം, അത് സബ്ജക്റ്റ് അണ്ടർസ്റ്റുഡ് ആണ് എങ്കിൽ പിന്നെ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല. പകരം എന്തിനോട് എന്ത് ചെയ്തു അത് മാത്രം നമ്മൾ മെൻഷൻ ചെയ്യുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ് സർ, റൈറ്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്. സോ അവിടെ ആൻസർ ആണ് her hands were cleansed with antiseptic. So statement ഒന്ന് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ മനസ്സിലാവും. ഒബ്ജക്ട് പ്ലസ് verb പ്ലസ് V3 പ്ലസ് by പ്ലസ് സബ്ജക്ട്. നമുക്കൊരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈവ് സെഷൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് 300 സ്റ്റുഡൻസ് ആണ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും വ്യൂവേഴ്സ് നമുക്കുണ്ട്. It's a great thing. It's a great thing, sir. It's an achievement to us. നമ്മുടെ പോസ്റ്റർ ഇന്നലെ ഈവനിങ്ങിൽ പോലും നമ്മൾ അപ്ലോഡ് നമ്മൾ ചെയ്തു. എന്നിട്ട് പോലും ഇത്രയും കുട്ടികൾ നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ഈ ലൈവ് സെഷൻ കാണാൻ വേണ്ടി, അതായത് മെജോറിറ്റി ഓഫ് ദം എല്ലാ നേഴ്സസ് ആണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അവരിൽ ഇത്രയും പേർക്ക് അത് ഉപയോഗപ്രദമാകും. അതുപോലെ ഒരുപാട് കുട്ടികൾ ആദ്യമായി ക്ലാസ്സിൽ വന്നിരിപ്പുണ്ട്. അവരൊക്കെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കണം. അവർ ഒരുപാട് അവരത്ര ഒരുപാട് റിവ്യൂവും അല്ലെ, ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റിസൾട്ട് സക്സസ് നോക്കിയാണ് അവർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗപ്രദമാവുക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാൻ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഈ വീഡിയോ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന അവർക്ക് നമ്മളിലുണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്, ബി ഗുഡിലുണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് ആണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു എൻകറേജ്മെന്റ്. പക്ഷെ അത് തീർച്ചയായും നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾ കണ്ട് എന്ത് കുട്ടികളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. നമ്മുടെ ഓൺലൈൻ ഷാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ചോദിക്കില്ല ഹൗ ഡിഡ് യു കം ടു ബി ഗുഡ്, ഹു സജസ്റ്റഡ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് എത്രമാത്രം കുട്ടികൾ, ഇപ്പൊ ഷാലി തന്നെ പറയാം, എത്രമാത്രം കുട്ടികൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ട് അവരിൽ അതിൽ ഇൻസ്പയർ ആയി എന്ന് മാത്രമല്ല, ലൈക്ക് ഐ വുഡ് ഇവിടെ എനിക്ക് അബിതയുടെ പേര് പറഞ്ഞേ പറ്റൂ, ബിക്കോസ് ലാസ്റ്റ് ഫ്രൈഡേ വി ഡിഡ് നോട്ട് ടേക്ക് ദ ലൈവ് സെഷൻ. അബിത ഈസ് ദ വൺ ഹു ആസ്ക്ഡ് മീ, യെസ് ഷീ ഈസ് ദേർ ഇൻ ദ ക്ലാസ്, ഷീ ആസ്ക്ഡ് മീ മാം ലൈവ് സെഷൻ ഇല്ലേ. സോ ദാറ്റ് ഈസ് ഒരു കിട്ടുന്ന ഒരു ലൈക്ക് ഒത്തിരി കുട്ടികൾ ഡ്യൂ ടു സം ഡൊമസ്റ്റിക് റീസൺ വി വർ അൺഏബിൾ ടു ടേക്ക് ലൈവ് സെഷൻ. എത്ര കുട്ടികൾ നമ്മളോട് മെസ്സേജ് അയച്ചു വെച്ചു എന്തുകൊണ്ടാണ് സാർ ക്ലാസ് എടുക്കാതെ. അപ്പൊ അത്രയും അവർ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തവരാണ്. മനസ്സിലായി. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ കാണാൻ, നമ്മുടെ കുട്ടികൾ, പക്ഷെ നമുക്ക് ലൈവായിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മളും നമ്മൾ ഫുള്ളി ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Exactly, sir. That's because of you two powerful mentors. GB, lots of love. GB, lots of love. എല്ലാവരും ചേർന്ന് സെഞ്ചുറി പോരാ, സെഞ്ചുറി പോരാ. ഞാൻ പറഞ്ഞല്ലേ 200 ഷാലിയുടെ ടാർഗറ്റ് 200 ആണ്. നിങ്ങൾ എല്ലാവരോടും കോപ്പറേറ്റ് ചെയ്യ്. എവരിബഡി. This time I have faith that ഈ സെഷൻ തീരുമ്പോഴത്തേക്ക് ഇത് 200 ഷെയർസ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് നല്ല ബിലീഫ് ആണ്. എന്റെ ബിലീഫ് നിങ്ങൾ തെറ്റിക്കരുത്. കൺവിക്ഷൻ ആണ്. Yes sir. ഇത് സ്ട്രോങ് ബിലീഫ് ആണ്. സ്ട്രോങ് ഇത് നടക്കും sir. You just wait and watch. The moment this live session ends, we would cross 200 shares. Isn't it people? എല്ലാവരും ഒരു thumbs up തന്നെ that yes we will reach 200 shares. Yes sir. കണ്ടോ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പൊളിക്കും. എല്ലാവരും ലൈക്ക് ചെയ്ത്, എല്ലാവരും ഈ സെഷൻ ഒന്ന് ലൈക്ക് ചെയ്ത്, നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും ഒരുപാട് പേരിലെത്തും. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. എക്സാക്ട്ലി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ് സർ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ മുമ്പത്തെ ക്വസ്റ്റ്യൻ her hands were cleansed with antiseptic. ബി ആണ്. പക്ഷേ ഒരുപാട് കുട്ടികൾ ബി നമുക്ക് മിക്സ്ഡ് ആൻസേഴ്സ് ആയിരുന്നു സർ. സോ ഡി ഇട്ടിട്ടുണ്ടായിരുന്നു സർ, എ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 4 ഇട്ടിട്ടുണ്ടായിരുന്നു രസത്തിന്. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഞാൻ 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നു. ഇതല്ല ഗെയിം ഇസ് ഐ ഹാവ് പ്രിപ്പയർഡ് സം ക്വസ്റ്റ്യൻ, യു ആൻസർ ടു ദ റൈറ്റ് ആൻസർ. റൈറ്റ്? ഓൾറൈറ്റ് പീപ്പിൾ, സോ വിത്ത് ദിസ് എനർജി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ വായിക്കട്ടെ സർ. വായിച്ചു. Miss X dash yesterday, again no options, okay? Miss X dash yesterday with the dash of lower abdominal pain, dash was worse in the right iliac fossa, she dash irregular bleeding since starting, she dash on POP 2 months ago. Dash ഓടെ dash അല്ലേ? പക്ഷേ ഇതിനൊന്നും ഓപ്ഷൻസ് ഇല്ല. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ വന്നില്ലേ? യെസ് സർ, ക്വസ്റ്റ്യൻ നിങ്ങൾ ശാന്തമായി ഇപ്പോഴേ സ്ക്രീനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഡിസപ്പിയർ ആവില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ശാന്തമായി നോക്കുക. Okay, please show question properly. Okay. Dash yesterday. Okay.
with the dash of lower abdominal pain. Dash was worse in the right iliac fossa. Full stop. She dash irregular bleeding since starting. She dashed on POP 2 months ago. കുറച്ച് സമയം സമയം കൊടുക്കാം. അതേപോലെ മൈ ഡിയർ ടീം ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നിന്ന് മാറ്റണ്ട, ബിക്കോസ് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഐ റിക്വസ്റ്റ് മൈ ടീം ദാറ്റ് ഈ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കീപ്പ് ഓൺ ഷെയറിങ് ചെയ്യുക, ബിക്കോസ് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. 3 to 4 blanks ഉണ്ട്. ലെറ്റ് ദം ആൻസർ. സോ സ്ക്രീൻ ഷെയർ ആയി തന്നെ ഇരിക്കട്ടെ. സ്ക്രീനിൽ ഡിസപ്പിയർ ആവില്ല. നിങ്ങൾ ശാന്തമായി, നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ സമയം എടുത്ത് അത് തെറ്റാതെ ചെയ്യാൻ ശ്രമിക്കും. തെറ്റാതെ. ഡോണ്ട് ബി ഇമ്പൾസീവ്. ഓക്കെ, ഡോണ്ട് ബി ഇമ്പൾസീവ്. ബിന്ദു അനിൽ ഷോയിങ്. ഇപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ മാത്രം സ്ക്രീനിൽ പോകുന്ന രീതിയിൽ ബിന്ദു അനിൽ കറക്റ്റ് ആണ്. ഓക്കെ ബിന്ദു അനിൽ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, ഡോണ്ട് വറി. ഇപ്പൊ നോക്കി, കറക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, ആ യെല്ലോ ഷെയ്ഡിന് മുകളിലുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 6 സ്ക്രീനിൽ എല്ലാവർക്കും കാണാം. ടീന വർഗീസ്, ക്വസ്റ്റ്യൻ ഈസ് ദേർ. ക്വസ്റ്റ്യൻ ഈസ് ദേർ. ഓക്കെ, അടുത്ത 2 മിനിറ്റ് വരെ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാം ഇടണം. ഒരാൾ നമ്മളിപ്പോ ടീന ആൻസർ ചെയ്യുമ്പോൾ മിസ്റ്റർ എക്സിന് ശേഷം അപ്പോൾ അതിൽ 1, 2, 3, 4, 5 ആൻസർ ഉണ്ട്. 5 ആൻസർ ഉണ്ട്. അത് ഒന്നുകിൽ ഒന്നിച്ചിടുക, അല്ലെങ്കിൽ ഓരോന്നിട്ടോ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾ വി ആർ മോണിറ്ററിങ് യുവർ മെസ്സേജസ്. നിങ്ങളുടെ റിപ്ലൈ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. 1 മിനിറ്റ് സമയം കൊടുക്കാം സർ, അല്ലേ? കൊടുക്കാം. പിന്നെ സമയം വേണം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും അവർ ചിന്തിക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ അവർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും. അതുപോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. 108 ഷെയറേ വന്നോളൂ. ഷാലി ഡിമാൻഡ് ചെയ്യുന്നത് 200 ആണ്. 200 പോകും സർ, ഐ ആം ഷുവർ. ബി ഗുഡ് കൊച്ചി. യെസ് മൈ ഡിയർ ലവ്ലി കൊച്ചി ടീം, കം ഓൺ, മാക്സിമം ഷെയർ സർ. ഷോ സം സപ്പോർട്ട്, പ്ലീസ് ഗിവ് us some love and support. യെസ് പീപ്പിൾ. സോ ആൻസർ ഡിസ്കസ് ചെയ്താലോ സർ? ഒരു മിനിറ്റ്, ശകലം കൂടെ. ആണോ? ഓക്കേ. കാരണം ഇത് ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കേ, കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ട്. യെസ്, അവർ ചിന്തിക്കട്ടെ. നമ്മുടെ അതിൽ പുതിയ കുട്ടികൾ ഒത്തിരി ഉണ്ടാവും. റൈറ്റ്. ഈ കോമന്റ് ചെയ്യുന്ന ആൾക്കാരോട് റിക്വസ്റ്റ്, 4 ഓപ്ഷനും ഒരൊറ്റ കോമന്റ് ഇടണേ. എന്ന് വെച്ചാൽ വാട്ട് എവർ ആർ യുവർ 4 ആൻസേഴ്സ്, അത് സിംഗിൾ കോമന്റിൽ തന്നെ ഇടുക. ഓക്കെ, നന്നായിട്ട് തെറ്റിക്കുന്നുണ്ടല്ലോ. ഓക്കെ, സോ വിൽ ഡിസ്കസ്. ഓക്കെ, വിൽ ഗിവ് 20 seconds more time. പക്ഷേ അതിനകത്ത് കറക്റ്റ് എഴുതിയവരും ഉണ്ട്. വിൻസി റോബിൻ റൈറ്റ് ആണ്. എന്നാലും അത് കംപ്ലീറ്റ് ആയില്ല. എന്നാലും ചെയ്തത് 3 എണ്ണം കറക്റ്റായിട്ട് ചെയ്തു. പക്ഷെ അത് കറക്റ്റ് ചെയ്യാന്നുള്ളത് ഒരു മിടുക്ക് തന്നെയാണ്. പക്ഷെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പലതായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. റൈറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരു ഒറ്റ കമന്റിൽ തന്നെ എല്ലാം ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ we could have judged them well, we could tell them their mistakes. അതുപോലെ ഷെയർ ഒന്ന് കൂട്ടണേ. Share maximum. Come on, Veronica, Prasita, Angel, Suma, Roshan, everybody, come on, share maximum share. അപ്പോൾ നമുക്ക് explain. Yes, so let's explain sir. So നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Let's understand the grammatical ingredients of the statement, people. So question ആയിരുന്നു. So I'll just read out the question once again. Miss X dash yesterday with the dash of lower abdominal pain. Dash was worse in the right iliac fossa. She dash irregular bleeding since starting. She dash in POP 2 months ago. So let's split the statement, understand. Miss X dash yesterday. Miss X dash yesterday. The patient always presents by her, the patient by self, right? Nobody presents the patient, right? The patient can be admitted by somebody else, but present, visit, complaint, reported is always done by discharged by somebody else, admitted by somebody else. Otherwise conscious അല്ലാത്ത patient ആണെങ്കിൽ exactly can be accompanied by somebody else. Accompanied by someone, was taken. Yes. Okay. So here there is no such confusion that if the patient is being accompanied by somebody else. ഞാൻ അങ്ങനെ ഒരു ക്ലൂ തന്നിട്ടില്ല. So Miss X presented yesterday. Never even think of was presented, people. If you think of was presented, it's a sin in OET writing. Yes, ഒരിക്കലും ഓൾറെഡി നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു. Exactly. was presented നിങ്ങൾ ഒരിക്കലും എഴുതരുത്. പലരും ചോദിക്കുന്നുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ കൊണ്ടുവന്നു, പക്ഷെ അവിടെ presented അല്ല. presented എന്ന് പറയുമ്പോൾ ഒരാൾ സ്വമേധയാ വന്നു എന്നാണ് എൻ്റെ അർത്ഥം. ആ വേർബിന്റെ പ്രത്യേകതയാണത്, അല്ലാതെ അത് ആ ഇംഗ്ലീഷ് വേർഡിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ ഒരിക്കലും ഇപ്പം ഒരു അച്ഛനെ അല്ലെങ്കിൽ ഒരു പ്രായമായ മനുഷ്യനെ മകൻ കൊണ്ടുവരുന്നു, അദ്ദേഹത്തിന് കോൺഷ്യസ് അല്ല. അപ്പോൾ 10 ഒരു ഓൾഡ് ഏജ്, ഒരു 80 വയസ്സുള്ള അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു വ്യക്തിയെ മകൻ കൊണ്ടുവരുന്നു. അപ്പോൾ മറ്റൊരാളെ സഹായിക്കപ്പെട്ടതല്ലേ? അവിടെ നമ്മൾ പ്രസന്റഡ് അല്ല എഴുതും. അവിടെ നമ്മൾ വാസ് ബ്രോഡ്, വാസ് ടേക്കൺ എന്നുള്ള വെർബ്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് കോൺഷ്യസ് ആണ്, സ്വമേധയാ വന്നെങ്കിൽ പ്രസന്റഡ് എന്ന് എഴുതുക. അവിടെ വാസ് പ്രസന്റഡ് പാസീവിൽ എഴുതില്ലത്. റൈറ്റ്. അടുത്ത പറഞ്ഞു. ഓക്കെ, സോ മിസ് എക്സ്
presented yesterday with That is the simple past. simple past tense, Simple right. past tense. അപ്പോൾ നിങ്ങൾ ഹാസ് പ്രസന്റഡ് ഒന്നും എഴുതണ്ട. എഴുതണ്ട. സിമ്പിൾ Yesterday പാസ്റ്റ്. എന്ന് എഴുതിയ സ്ഥിതിക്ക് ഒരിക്കലും യെസ്റ്റർഡേ എന്ന ടൈം ഇൻഡിക്കേഷൻ കിടക്കുന്നു. അവിടെ കയറി ഒരു സ്പെസിഫിക്, അതായത് പോയിന്റ് ഓഫ് ടൈം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റിൽ എഴുതി സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യണം. അത് സ്പീക്ക്, വെദർ ഇറ്റ് ഈസ് ഇൻ സ്പീക്കിംഗ്, റൈറ്റിംഗ്, എവിടെയായാലും അത് ഇംഗ്ലീഷ് അങ്ങനെ എഴുതത്തുള്ളൂ. ഓക്കെ. Moving on to the next one. So first blank is presented. Miss X presented yesterday with the. How many complaints can you see there? There is only one complaint. Lower abdominal pain. Right. Lower abdominal pain. Absolutely right. അപ്പോൾ നമ്മൾ അതിനെ എന്ത് എഴുതും? വിത്ത് ദി complaint of. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ COMPLAINT. അപ്പൊ ചില കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവും. സർ കംപ്ലയൻസ് എസ് എന്ന് എഴുതി കൂടെ? റൈറ്റ് സർ. അങ്ങനെയാണെങ്കിൽ അതെ സർ, ഒരു പ്രശ്നമുണ്ട്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. കംപ്ലയന്റ് ഇസ് ദി എബിലിറ്റി ടു അഡെയർ. Compliant is the ability to follow. Compliant is the ability to obey. Complaint എന്ന് പറയുമ്പോൾ സർ പ്രശ്നങ്ങളാണ്, ഡിസ്കംഫർട്ട്. കംപ്ലയന്റ് പക്ഷെ എന്താ? എബിലിറ്റി ആണ്, adhere ചെയ്യാനുള്ള ഒരു എബിലിറ്റി. സോ ഇവിടെ കംപ്ലയന്റ് പോവില്ല. You cannot use compliant here. COMPLIANT. ആ രണ്ട് ഒന്ന് ആഡ്ജക്റ്റീവ് ആണ്, ഒന്ന് നൗൺ ആണ്. അതെ, COMPLAINT അത് കംപ്ലൈൻ എന്ന വേർബിന്റെ നൗൺ ഫോം ആണ്. അതിന്റെ പ്ലൂറൽ ഫോം COMPLAINTS. അത് എഴുതുമ്പോൾ മിനിമം 2 കംപ്ലയൻസ് എങ്കിലും എഴുതണം. COMPLIANT എന്നുള്ളത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. അതിനുശേഷം അപ്പുറത്തോട്ട് രസ് ഇടില്ല. COMPLIANTS ഈസ് റോങ്. Absolutely wrong. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റെക്കോർഡഡ് അല്ലേ? റൈറ്റ്, റെക്കോർഡഡ് ആണ്. നമ്മൾ ഇത് പ്രൂഫ് അവിടെ നിൽക്കുമല്ലോ, അത് ഇനിയും കേൾക്കാം. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് COMPLAINT. If I would have provided you 2 complaints, then the spelling would have been COMPLAINTS. പക്ഷേ लेकिन यहाँ पे here I have given you only 1 complaint, so the spelling would be COMPLAINT. So first one presented, second one complaint. Let's move on to the next statement. Miss X presented yesterday with the complaint of lower abdominal pain. Dash was worse in the right iliac fossa. Yes sir, exactly. ഒരുപാട് പേര് വിച്ചിട്ടുണ്ട്. Exactly. Which relative pronoun which തന്നെയാണ് യൂസ് ചെയ്യുന്നത്? relative pronoun ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. which കറക്റ്റ് ആണ്. which എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ സെന്റൻസ് മുന്നോട്ട് പോവുകയാണ്. അവിടെ was നിങ്ങൾ ശ്രദ്ധിക്കണം. worse എന്നുള്ളത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. അവിടെ was എന്നുള്ളത് ഓക്സിലറി അല്ല, മെയിൻ വെർബ് ആണ്. അവിടെ was എന്തുകൊണ്ട് ഇട്ടെന്ന് ചോദിച്ചാൽ പിന്നെ മിസ്റ്റർ മിസ് എക്സ് അല്ല സബ്ജക്റ്റ്, ലോവർ അബ്ഡോമിനൽ പെയിൻ. അതാണ് സർ. വിച്ച് വാസ് വേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇൻ ദ റൈറ്റ് ഇലിയാക് ഫോസ. എക്സാക്ട്ലി അല്ലേ? റൈറ്റ് സർ, റൈറ്റ്. സോ ഞാൻ ഒന്നുകൂടെ പറയാം. മിസ് എക്സ് presented yesterday with the complaint of lower abdominal pain which was worse in the right iliac fossa. Next statement. She dash irregular bleeding since starting. Since starting ആണ് clue. She dash irregular bleeding since starting. Come on everyone. Porite answers, porite. Answers porite to since for നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിൻസും ഫോറും ഇപ്പൊ പ്രസന്റിലാണ്. ഒരു ചെറിയ ക്ലൂ കൊടുക്കാം. പ്രസന്റിൽ ഇറഗുലർ ബ്ലീഡിംഗ് ഉണ്ട്. നമ്മൾ സിമ്പിൾ പ്രസന്റിലല്ലേ പറയത്തുള്ളൂ. ഷീ ഹാസ് ഇറഗുലർ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞേ. ഷീ ഹാസ് ഇറഗുലർ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? ഹാസ് പ്ലസ് ഒരു നൗൺ ഫോം യൂസ് ചെയ്തു. ഷീ ഹാസ് എ ബ്രദർ എന്ന് പറയുന്നത് പോലെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഷീ ഹാസ് ഇറഗുലർ ബ്ലീഡിംഗ്. പക്ഷെ ഞാൻ പലതവണ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സിമ്പിൾ പ്രസന്റിനോടൊപ്പം ഒരു സിൻസ് അല്ലെങ്കിൽ ഫോർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ആഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു ടൈം ഡ്യൂറേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസിലോട്ട് നമ്മൾ എഴുതണം. ആൻസർ ഇപ്പൊ ഇത്രയും ക്ലൂ കൊടുത്തു. ഇനി നോക്കി എത്ര പേര് അത് കറക്റ്റ് ചെയ്തു? എത്ര പേര് കറക്റ്റ് ചെയ്തു? എഴുതിയേ പറ്റത്തുള്ളൂ. നമ്മുടെ സ്റ്റുഡൻസ് ബി ഗുഡിന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഓരോരുത്തരെയും എവ്രിബഡീസ് നെയിം എല്ലാവരുടെയും പേരുകൾ ഞങ്ങൾ ഇവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. മനസ്സിലായാലും ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് പോയിരുന്നു മൊത്തം വായിക്കും, എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ വരും. ചുമ്മാ അല്ല കേട്ടോ സർ, എല്ലാവരുടെയും കോമന്റ്സ് വായിക്കാറുണ്ട്. യെസ് ദാറ്റ്സ് ട്രൂ. സോ ഷീ ഹാസ് ഹാഡ്, വെരി ഗുഡ്. She lower abdominal pain which was okay ഒത്തിരി സ്റ്റുഡൻസിന് which മനസ്സിലായിട്ടില്ല. which is a relative pronoun that is talking about the subject that came just before that. what was worse? Mr. X ആണോ വേഴ്സ് ആയത്? അല്ല, abdominal pain ആണ് വേഴ്സ് ആയത്. okay, so abdominal pain, you're talking about abdominal pain, not about Mr. X. It's not about Miss X. okay, so she
has had irregular bleeding since starting. When do we use has had? We use has had to talk about those actions that started in the past and has continued until now. Any action that started in the past and has continued until now, there we use has had. So here, she has had irregular bleeding since starting. ഒരു കാര്യം സംശയം ചോദിച്ചു. Yes, sir. പല കുട്ടികളുടെ സംശയം, ഷീ ഹാസ് ഗാഡ് ഇറഗുലർ ബ്ലീഡിങ് കഴിഞ്ഞ് സിൻസ് അവിടെ വേണോ, അല്ലെങ്കിൽ ഫോർ എന്ന പ്രപ്പോസിഷൻ അവിടെ ആവശ്യമുണ്ടോ? Sir, for duration of time ആയിരുന്നെങ്കിൽ, That's correct. right, duration അവിടെ for, സിൻസ് ഓഫ് ഫോർ അവിടെ മാൻഡേറ്ററി ആണ്. അതെ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിൾ പ്രസന്റ് simple present ഷീ ഹാസ് ഇറഗുലർ ബ്ലീഡിങ്. full stop. അതെ, പക്ഷേ അവിടെ ഹൗ ലോങ് ഹാസ് ഷീ ഹാഡ് ഇറഗുലർ ബ്ലീഡിങ് എന്നൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നുണ്ട്. അറൈസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ആൻസർ നമ്മുടെ ഫെസിലിറ്റിയിൽ ഒരു പേഷ്യന്റ് വരുന്നു, പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ പറയുകയാണ് ഷീ ഹാസ് അല്ലെ മൈ സിസ്റ്റർ ഹാസ് ഇറഗുലർ ബ്ലീഡിങ് അല്ലേ. അപ്പൊ എത്ര പഴക്കമുണ്ട്, എപ്പോൾ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ് നമ്മൾ അറിയുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യും, ഹൗ ലോങ് ഹാസ് ഷീ ഹാഡ് ബ്ലീഡിങ്. അപ്പൊ ഒരു നഴ്സിന് അറിയേണ്ടത് എന്താണ് നഴ്സിന് അറിയേണ്ടത്? ഒന്നുകിൽ സിൻസ് എന്ന പ്രപ്പോസിഷൻ അവിടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഫോർ, ഡ്യൂറേഷൻ ഓഫ് ടൈം. അതെ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. റൈറ്റ്, ഇപ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. റൈറ്റ്. So here the answer is പരാതിയുണ്ട്. അത് ഷാലി പറഞ്ഞു 200 118 ഞാനിനി പറയില്ല. ഗ്രേറ്റ് എഫേർട്ട്. എല്ലാവരും മാൻഡേറ്ററി കോമെന്റ്സ് ഇടുന്നുണ്ട്. ഷെയർ പീപ്പിൾ. ഐ സീരിയസ്ലി ഹാവ് എ ബിലീഫ്. ഐ റിയലി ട്രസ്റ്റ് യു ഫ്രം ദ ഡെപ്ത് ഓഫ് മൈ ഹാർട്ട്. ഈ സെഷൻ തീരുമ്പോൾ 200 ഷെയർസ് എത്തിക്കും. പീപ്പിൾ, എനിബഡി ക്യാൻ ഷെയർ ആസ് മെനി ടൈംസ്. ഓക്കെ, you all can share as many times. Share in your group, share amongst your friends. People, come on, support us. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ജാട ഇല്ലെങ്കിൽ ഒരു ഹൈ തരുമോ? ഹായ് അഭിജിത്ത് സർ. അഭിജിത്ത് സർ, ഹലോ സർ, ഹൗ ആർ യു ഡൂയിങ്? യെസ് സർ. ഓക്കെ ആണല്ലേ? യെസ് സർ. അപ്പൊ എനിക്കൊന്ന് സാൽസർ ഇങ്ങനെ ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്കൊന്ന് മുഴുകി ഇരുന്നോണ്ട് ജാട ഇട്ടോണ്ട് ഞാനൊരു ഹൈ ഇട്ടുന്നേ ഉള്ളൂ. അഭിജിത്ത് സർ, okay. Whether comma needed before which? No need. You are absolutely talking about abdominal pain, so our relative pronoun munal, you do not have to add which. Next lot പോവാം. Sure sir. Okay. Sir, ഒരു question arise ചെയ്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ആൻസർ ചെയ്താലോ? പിന്നെന്താ വേണം? തീർച്ചയായും. For lifestyle disease, if no time indication mentioned, can we use has had? Come on, ഇതിന്റെ ആൻസർ എല്ലാവരും ചെയ്യും. I want everybody to answer this question. Ginny's question is, for lifestyle diseases and if it has no time indication, can we use has had? Can we use has had? Come on people, can we use has had? We cannot. Alle, just imagine, Mr. X hyphen hypertension. How will you expand? Mr. X has hypertension. Mr. X hyphen diabetes. എങ്ങനെ ആൻസർ ചെയ്യും? Mr. X has diabetes. As simple as that. എല്ലാ whether it is lifestyle disease ആയാലും short term disease ആയാലും, അതെ, നമ്മൾ ഹാസ് ഗാർഡിൻ്റെ റൂൾ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ അങ്കിളിന് ഹാസ് അല്ലെങ്കിൽ മിസ്റ്റർ എക്സിന് ഡയബറ്റീസ് ഉണ്ട്, മിസ്റ്റർ എക്സ് ഹാസ് ഡയബറ്റീസ്, അത്രേ ഉള്ളൂ. അത് എത്ര ഹൗ ലോങ് ഹാസ് ഹി ഹാഡ് ഡയബറ്റീസ് എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് സിൻസ് 2010 അല്ലേ. പിന്നെ മിസ്റ്റർ എക്സ് ഹാസ് ഹാഡ് ഡയബറ്റീസ്, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻസ്. അത് റെലവന്റ് ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചെന്നറിയോ? ആ സ്റ്റുഡന്റ് ചോദിച്ചത് ഇപ്പൊ ജിനി ബിജോയാണ് ചോദിച്ചിരിക്കുന്നത്. ജിനി ബിജോ, അത് ദാറ്റ് ഈസ് റെലവന്റ് ക്വസ്റ്റ്യൻ. കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ, കാലങ്ങളായിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഹാസ് ഗാർഡ് ഇട്ടാ പിന്നെ സിൻസും ഫോറും നിർബന്ധമുണ്ടോ? റെലവന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ബെനിഫിഷ്യൽ ആവുന്നറിയോ? ഈ കേട്ടുകൊണ്ടിരിക്കുന്ന 100ഓളം അല്ലെങ്കിൽ ഇപ്പം 1000ങ്ങളിലേക്ക്. Actually ഇത് ജിനിയുടെ ക്വസ്റ്റ്യൻ മാത്രമല്ല സർ, എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആണ് ഇത്. ജിനി took the initiative to ask. Right, yes Ginny. So that was a very good question Ginny, and we are happy that you have the clarification for the same now. Very good Angel, you answered it correctly. So next, move on to the next question. She dash on POP 2 months ago. 2 months ago. She dash on progesterone only pill 2 months ago. 2 മാസം മുമ്പ്, 2 മഹീനെ പെഹലെ. Any action that has nothing to do with the present. അതാണ് സർ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ സർ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണല്ലേ? അതിൽ ഞാൻ തമിഴ് മറാഠി എല്ലാം ഇടും സർ. സർ, യു വെയിറ്റ് ആൻഡ് വാച്ച്. 2 months ago. It is a completed time. ആരും തെറ്റിക്കരുത്. Exactly. പറഞ്ഞിട്ടല്ലോ, ഒരു ടൈം ഫിനിഷ്ഡ് ടൈം, കംപ്ലീറ്റഡ് ആയ ഒരു ടൈം ആണെങ്കിൽ നമ്മൾ ഏത് ടെൻസിലാണ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുക? പെട്ടെന്ന് പറഞ്ഞേ, ആരും തെറ്റിക്കരുത്. നോക്കി. യെസ് സർ, എല്ലാരും കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നത്. ഷീ വാസ് ഓൺ POP. വാസ് ഒന്നും അല്ല, വാസ് ഒന്നും ഇടല്ലേ സർ? വാസ് ആണ് കറക്റ്റ്. 2 months ago. ഓ സർ, സോറി സർ.
സർ യെസ് സർ യെസ് സർ പ്ലീസ്. ബോസ് ഒന്നും ഇടില്ലെന്ന് പറഞ്ഞപ്പോ സർ വെറുതെ കുട്ടികളെ കൺഫ്യൂസ് ആക്കുവാണ്. അവിടെ അതിന്റെ മേളിൽ ഹാർഡ് വന്നിട്ടുണ്ടോ സർ? എന്നിട്ടും തെറ്റിച്ചു. അതിന്റെ മേളില് ഹാഡ് അതെന്തോ അറിയോ, വോസ് അല്ലെന്ന് പറഞ്ഞപ്പോ ഹാർഡിലോട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺവിക്ഷൻ ഇല്ല എന്നുള്ളതിന്റെ കാരണം അല്ലേ? നിങ്ങൾക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറ്റത്തില്ല. അവിടെയാണ് തെറ്റുന്നത്. ശാലി ഓരോ ചോദ്യങ്ങളും നമ്മൾ തെറ്റിച്ചുകൂടി അവർക്ക് കൊടുക്കും. ഇങ്ങനെ ചെയ്യത്തില്ലയോ എന്ന് ചോദിച്ചു. ഇങ്ങനെയാണ്. അങ്ങനെയല്ല, അവിടെ ഹാർഡ് ഇപ്പോൾ വോസ് ഇട്ടു. വോസ് അല്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ മാറ്റേണ്ട കാര്യം എന്തോ? ഇഫ് യു ആർ ദാറ്റ് മച്ച് കോൺഫിഡന്റ് യു വുഡ് സേ വോസ് തന്നെയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. Just translate that statement in Malayalam or whichever comfortable language you are with people. She was on POP. അവള് POP ലായിരുന്നു. वो POP पर थी. She was on POP 2 months ago. 2 മാസം മുമ്പേ വരെ അവള് POP ലായിരുന്നു. वो 2 മहीने पहले तक POP पर थी. അല്ലാതെ ഹാഡ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. വോസ് തന്നെയാണ്. അബ്സല്യൂട്ട്ലി യു ആർ റൈറ്റ്. പക്ഷെ അവിടെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ആ 2 months ago ഇല്ലയോ? നമുക്കല്ല, പല രീതിയിൽ ഇത് കൊടുത്തു. ഫോർ 2 months എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഓൾറെഡി ശ്രദ്ധിക്കുക, ഷീ വാസ് ഓൺ POP ഫോർ 2 months ago എന്നാണ്. അതായത് 2 മാസം മുമ്പ് POP ഉണ്ടായിരുന്നു. POP യിലായിരുന്നു. ഇനി 2 മാസക്കാലം 2 മാസക്കാലം ഫോർ 2 months എന്ന് എഴുതിയാൽ, അപ്പൊ എഗോയെ മാറ്റി ഫോർ 2 months എന്ന് എഴുതിയാൽ ഷീ വാസ് ഓൺ POP ആണോ? അത് നമുക്കൊന്ന് നോക്കാം. So the question is, she dash on POP for 2 months. ഇതാണ് sir the question. She dash on POP 2 months. For 2 months. അതായത് ഞാൻ വീണ്ടും പറയാണ്, 2 months ago എന്ന് വന്നപ്പോൾ 2 മാസം മുമ്പ് എന്ന് എഴുതിയപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയി. ഓക്കെ, 2 മാസം മുമ്പ് POP ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ചോദ്യം അതല്ല, 2 മാസത്തോളം POP ഉണ്ടായിരുന്നു. എന്താ 2 മാസത്തോളം? 2 മാസത്തോളം എന്ന് എഴുതിയാൽ 2 മാസം കൊണ്ട് പേഷ്യന്റ് POP ലാണ്. 2 മാസം ഇപ്പോഴില്ല. വോസിന് പകരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈസിന് പകരം എന്താണ്? വാമാർ എന്താണ്? വാസ് വെയറിനോടൊപ്പം സിൻസ് 4 വന്നാൽ എന്താണ്? ഇനി വരും നോക്കിക്കോ. വാസ് വെയറിന് സിൻസും 4 വിട്ടാൽ എന്താണ്? Right, people, come on, answer. Is no, people, no, don't mess with the answer. Sir has given you enough clues. She has had POP. വാസിന്റെ പെർഫെക്ഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പല സ്ട്രാറ്റജിയും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. Nobody answered correctly until now. ഇല്ലേ? Has had പറയുന്നു. Has had correct ആയിരുന്നു. പക്ഷെ look at the sentence frame. Look at the question. വാസിന്റെ നെക്സ്റ്റ് ലെവൽ has been. നോ, അത് ഹാസ് ബീൻ ഈസിന്റെ അല്ലേ? വാസ് വെയർ, വാസ് ആണിത്. had been. ഇതിനർത്ഥം എന്നറിയോ? ചെറിയൊരു തട്ട് കെട്ടിയാണ്. നമ്മുടെ പിള്ളേരെ ചെറിയൊരു തട്ട് കെട്ടണം. ഉണ്ടോ? ഇപ്പൊ എല്ലാരും ഹാർഡ് ബീനിലോട്ട് വന്നുണ്ടോ? വന്നുണ്ടോ? അപ്പൊ അങ്ങനെ കൂടെ ചിന്തിപ്പിക്കണ്ടേ? കഴിഞ്ഞ 2 മാസം കൊണ്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഹാസ് ബീൻ ആണ്. പക്ഷെ നമ്മൾ വാസ് അല്ലേ ഉണ്ടായിരുന്നു. ഓൾറെഡി ഇത് പാസ്റ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലാണ് കൊടുത്തത്. അല്ലെങ്കിൽ ഷാലി പറഞ്ഞ പോലെ ഫോർ 2 months, ഇപ്പോഴും ഫോർ ദ ലാസ്റ്റ് 2 months പ്രസന്റ്ലി. ദാറ്റ് മീൻസ് ഇപ്പോഴും POP ആണ്. അതാണെങ്കിൽ ഹാസ് ബീൻ ഓക്കേ. ഇല്ലല്ലോ, പേഷ്യന്റ് ലെഫ്റ്റ് ആയല്ലോ, POP ലെഫ്റ്റ് ആയല്ലോ, അപ്പൊ ഹാർഡ് ബീൻ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് സന്തോഷം. ഇനി തുടർന്ന് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുമല്ലേ? Yes sir, sure. Right. So ഞാൻ ആ question ഒന്നുകൂടെ just ഒന്ന് ആൻസർ ചെയ്തേക്കട്ടെ for clarity. Okay. So the statement was Miss X presented yesterday with the complaint of lower abdominal pain, which was worse in the right iliac fossa. She has had irregular bleeding since starting. She was on POP 2 months ago. Right, people? So that's the right answer. So as sir said, so we'll wind up the session. I knew this, sir. നമ്മുടെ കുട്ടികളെ കണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ടോ? ഒന്നുകൂടെ വേണമെന്നാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ. എപ്പോഴും ഷാലി ഞാനും തമ്മിൽ വരുന്നതിന് മുമ്പ് ഒരു ഡീൽ. അവസാനം ഷാലി തന്നെ പറയും ഞാൻ തന്നെ ബ്രേക്ക് ചെയ്യുമല്ലോ. സത്യമാണ്. നമ്മുടെ കൊച്ചുങ്ങൾക്ക് അവരുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ നല്ല ഒരു സംഭവം ഞങ്ങൾ ഇടാൻ പോവാണ്. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് ഈ ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി പ്ലീസ് 133. ഇപ്പൊ 200 ഇല്ലല്ലോ, ഒരു 17 പേരും കൂടെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഞങ്ങൾ 150 1.5 സെഞ്ചുറി അടിച്ചിട്ട്
ഞങ്ങൾ വളരെ 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 സന്തോഷത്തെ നമ്മൾ ഈ ലൈവ് സെഷൻ നമ്മളിവിടെ ഫിനിഷ് ചെയ്യും. റൈറ്റ്. ഷെയർ ചെയ്യാത്തുണ്ടെങ്കിൽ 133 പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഫീൽ അല്ലേ സർ 150 ഒക്കെ അടിക്കും. 134 മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നിങ്ങൾ ഒരു 16 പേരോടെ ചെയ്തു കഴിയുമ്പോൾ we will be happy. So all those who are saying make it please fast, continue. make it fast. Don't wind up. Come on people, help us to reach 200 shares. You can. We trust you. 147 ആയതിനിടയ്ക്ക് ഒരു 3 പേരോടെ ചെയ്താൽ 150 കഴിയും കേട്ടോ. 3 പേരോടെ ഞങ്ങളുടെ 155 എന്താണ്? അതാണ് ഞാൻ പറഞ്ഞില്ലേ 200. Come on people, 200 share and I will talk about, as Angel said, has been, have been, has had ന്റെ നല്ലൊരു ക്ലാരിറ്റി തരുന്നതായിരിക്കും. Come on people, 200 shares. Come on people, 200 come on. Yes people, so let's do the next question also. അടുത്ത question ഒന്ന് നോക്കിക്കേ. All of you can see the next question on the screen. All of you please have a look on the next question. Come on people, screen ൽ കാണാമോ? My dear lovely team, question number screen ൽ കാണാമല്ലോ അല്ലേ? Okay, apply suitable connector. Suitable connector apply ചെയ്യണം. Please apply a suitable connector. Her husband works in a factory and has strong commitment to work. വളരെ നല്ല കാര്യം, നല്ലൊരു husband. Her husband works in a factory and has strong commitment to work. He is unable to provide necessary assistance to manage the new baby. So see, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ I complimented her husband, but second statement, he is unable to provide necessary assistance to manage the new baby. കൊച്ചിനെ നോക്കാൻ വയ്യ. കൊച്ചിനെ നോക്കാൻ വയ്യ. പക്ഷേ ജോലി വലിയ കാര്യമാണ്. വലിയ കാര്യം. കാര്യമായിട്ടെങ്കിലും സാമ്യമുണ്ടോ? Yes. So therefore, strong commitment ജോലിയിൽ ഉള്ളതുകൊണ്ടാണോ കുട്ടിയെ നോക്കാൻ പറ്റാത്തത്? Her husband works in a factory and has strong commitment to work. Okay? അത് കാരണം അപ്പം നിങ്ങൾ ബാക്കി നിങ്ങൾ ചെയ്യും. റൈറ്റ്. തെറ്റിക്കരുത്. ഒരു റെലവൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വണ്ടർഫുൾ. സി അതാണ് സർ, ഞാൻ പറഞ്ഞില്ലേ, I told you. Right people, come on. So sir ഇവിടെ അടുത്ത പ്രാവശ്യം മുതലേ കേട്ടോ. അതെ, അടുത്ത പ്രാവശ്യം മുതലേ ഞാൻ പറഞ്ഞിട്ടാ പിള്ളേരാണ് 195 200 ചോദിച്ചേ. ഞാൻ 200 അത് ഇപ്പൊ തരും കുട്ടികള്, അത്രേ ഉള്ളൂ. വേണ്ടേ? നിങ്ങളുടെ ശാലി മേഡത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം 200 ഷെയർ. 190 നിങ്ങളൊരു 5 പേരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 200 ആയി കേട്ടോ. അതും കൂടെ കണ്ടെങ്കിൽ സന്തോഷക്കണ്ണീരായിരിക്കും. 300 ഷെയർ പോട്ടെ, ഇനി 300 ഷെയർ. ഇനി മുതൽ ഞാൻ പറഞ്ഞാൽ എന്റെ പിള്ളേർ കേൾക്കാത്തല്ലേ. 203 അടിപൊളി. Come on people, 300 shares. ഇവര് വിചാരിക്കും ശാലി മാം ലൈവ് ഒക്കെ നിർത്തിയിട്ടൊന്ന് പോയേ. സോ സർ ഇവിടെ പറഞ്ഞ പോലെ സർ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എലാബറേറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരു ഭംഗി കണ്ടത്. റൈറ്റ്. ഈ ക്വസ്റ്റ്യന്റെ ഒരു ഭംഗി എന്താണെന്നറിയോ? ഈ ക്വസ്റ്റ്യന്റെ ഭംഗി നിങ്ങളുടെ ആൻസറിൽ തന്നെ ഉണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിൽ ഹർ ഹസ്ബൻഡ് വർക്ക്സ്. സർ അതിന് രണ്ടും പോകുന്നുണ്ട് സത്യത്തിൽ. സപ്പോർട്ടിംഗ് കണക്ടർ ഒപ്പോസിംഗ് കണക്ടർ ഒരേപോലെ പോകുന്നുണ്ട്. അതാണ് ആണല്ലേ. അപ്പൊ സർ ഒന്ന് പറഞ്ഞേ. യെസ് സർ, പ്ലീസ് ഗോ ഹെഡ്. കം ഓൺ സർ. ഓക്കേ, ഒന്ന് ഞാൻ പറയാം, രണ്ടാമത്തെ ശാലി പറയണം. ഓക്കേ, അപ്പോൾ ഹെർ ഹസ്ബൻഡ് വർക്ക്സ് ഇൻ എ ഫാക്ടറി ആൻഡ് ഹാസ് സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ടു വർക്ക്. ആദ്യം നമുക്ക് ആ സെന്റൻസിനെ ഒന്ന് സ്റ്റഡി ചെയ്യാം. ഇത് ഏത് ടെൻസ് ആണെന്ന് ആദ്യം പഠിക്കാം. ഹെർ ഹസ്ബൻഡ് വർക്ക്സ്, ഹെർ ഹസ്ബൻഡ് ഈസ് സിംഗുലർ, വെർബും സിംഗുലർ. വർക്ക്സ് ഇൻ എ ഫാക്ടറി ആൻഡ് ഹാസ്, ആർക്ക് ഹാസ്? മൈ ഹസ്ബൻഡ് ഹാസ് സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ടു വർക്ക്. ഹസ്ബൻഡിന് തൊഴിലിനോട് ഒരു ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണുള്ളത്, ഞങ്ങളെ പോലെ. നെക്സ്റ്റ് അടുത്ത സെന്റൻസ് എന്ന് പറയാം, ഹി ഈസ്. ആരാണ്? മൈ ഹസ്ബൻഡ്. ഹെർ ഹസ്ബൻഡ് ഈസ് അൺഏബിൾ ടു പ്രൊവൈഡ് എന്നാണ്. ഹി ഈസ് അൺഏബിൾ ടു പ്രൊവൈഡ് നെസസറി അസിസ്റ്റൻസ് ടു മാനേജ് ദ ന്യൂ ബേബി. അവിടെ നോക്കിയേ, ഹി ഈസ് അൺഏബിൾ. ഈസ് ആണ് മെയിൻ വേർബ്, അൺഏബിൾ അഡ്ജക്റ്റീവ് ആണ്. ടു പ്രിപ്പോസിഷൻ, പ്രൊവൈഡ് എന്നുള്ളത് സപ്പോർട്ടിങ് മറ്റൊരു വേർബാണ്. നെസസറി നൗൺ, അസിസ്റ്റൻസ് നൗൺ. ടു മാനേജ് ദി ന്യൂ ബേബി, പുതിയ കുട്ടിയെ മാനേജ് ചെയ്യാൻ അൺഏബിൾ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഹെർ ഹസ്ബൻഡ് വർക്ക്സ് ഇൻ എ ഫാക്ടറി ആൻഡ് ഹാസ് സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ടു വർക്ക്. അപ്പൊ നിങ്ങൾ അവിടെ സെമി കോളൻ ഇട്ടിട്ട് therefore T small letter ആണ്, therefore comma he is unable to provide necessary assistance to manage new baby. പക്ഷെ പല കുട്ടികളും therefore ഇട്ടിട്ടുണ്ട്. അവിടെ സബ്സീക്വന്റിൽ ഇടാൻ പറ്റുമോ? പിന്നെന്താ സർ? അത് ശാലി എന്ന് ഷുവർ സർ. നോക്കിക്കേ, her husband works in a factory and has strong commitment to work.
full stop subsequently comma isliye സബ്സിക്വന്റ് എസ് സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ? Capital letters. സബ്സിക്വന്റ് കഴിഞ്ഞ് കോമയാണോ? ഉറപ്പായിട്ടും കോമ. അതെന്തുകൊണ്ടാണ് സബ്സിക്വന്റ് കഴിഞ്ഞ് കോമ ഇടുന്നത്? അതെന്തുകൊണ്ടാണെന്ന് സർ? സബ്സിക്വന്റ്ലി എന്നുള്ളതല്ല, ഏതൊരു ആഡ്വർബിന്ന് ഒരു സെന്റൻസ് ബിഗിൻ ചെയ്താൽ കോമ ഇട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതിന് ചെറിയൊരു ക്ലൂ തരാം. സബ്സിക്വന്റിന്റെ അവസാനം അതിനെ സഫിക്സ് പാർട്ട് എന്ന് വിളിക്കും. സഫിക്സ് LY റിയലി, ഹൈലി, നെഗറ്റീവ്ലി, പോസിറ്റീവ്ലി, യുനാനിമസ്ലി, സബ്സിക്വന്റ്ലി, ഇൻഅഡ്വർട്ടന്റ്, ഡെലിബറേറ്റ്ലി, പർപ്പസ്ഫുള്ളി, ഇന്റൻഷനലി, LY മെറ്റിക്കുലസ്ലി, ഇൻഡസ്ട്രിയസ്ലി, ഏതൊരു ആഡ്വർബിന്ന് സെന്റൻസ് തുടങ്ങിയാൽ നമ്മൾ കോമ ഇടണം. അതുകൊണ്ട് സബ്സിക്വന്റ് കഴിഞ്ഞ് കോമ ഇടും. ഇനി എന്തെങ്കിലും മോർ എക്സ്പ്ലനേഷൻ ഉറപ്പായിട്ടും സർ. ലൈക്ക് അബിത സെഡ്, വി ഹാവ് although and therefore also രണ്ടും ഒരുപോലെ യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം നോക്കിക്ക്, മീനിങ് മാറുന്നത് കണ്ടു സർ. അതാണ് അതിന്റെ ഒരു ഭംഗി ഞാൻ പറഞ്ഞത്. ഓക്കെ, ഹർ ഹസ്ബൻഡ് വർക്ക്സ് ഇൻ എ ഫാക്ടറി ആൻഡ് ഹാസ് സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ടു വർക്ക്. അതുകൊണ്ടാണ് പുതിയ ബേബീനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത്. റൈറ്റ്, ഹർ ഹസ്ബൻഡ് വർക്ക്സ് ഇൻ എ ഫാക്ടറി ആൻഡ് ഹാസ് സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ടു വർക്ക്. ദാറ്റ് ഈസ് വൈ ഹി ഈസ് അൺഎബിൾ ടു മാനേജ് ദ ന്യൂ ബേബി. സോ there, yes, supporting connector. Therefore he is unable to provide necessary assistance to manage the new baby. If we look in terms of opposing connector, her husband works in a factory and has strong commitment to work. However, he is unable to provide necessary assistance to manage the new baby. Sir, അങ്ങനെയും അത് പോകുന്നുണ്ട്. Because ആദ്യത്തേല് ഹസ്ബൻഡ് അങ്ങ് പൊക്കി വെച്ചിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ അതേപോലെ താഴെ കിട്ടും. Right? So, കൂടുതൽ നമുക്ക് സ്റ്റുഡൻസ് നമുക്ക് റൈറ്റിംഗിന് ഏറ്റവും ബെറ്റർ അത് therefore അല്ലേ കുറച്ചുകൂടെ. സർ, therefore ആണ് കുറച്ചുകൂടെ നന്നായിട്ട് പോകുന്നത്. because therefore അല്ലെങ്കിൽ subsequently പിന്നെ അല്ലെങ്കിൽ as ഒക്കെ യൂസ് or as per the situation of the task which is given. അപ്പോൾ നിങ്ങൾ അത് ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് അത് ചെയ്യുക. for want of time ഞങ്ങൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വി ഹാവ് ഡിസ്കസ് സോ മെനി തിങ്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നോക്കരുത്. again we would like to reiterate, don't count the number of questions. Yes, because we believe in quality, not the quantity of questions. Exactly. നമ്മൾ സ്പെല്ലിംഗ് വരെ നോക്കി, ഓരോ ടെൻസും നോക്കി, ഒരു നൗൺ ആണോ verb ആണോ, ഇതെങ്ങനെ ആപ്റ്റ്നസ് ഓഫ് വൊക്കാബുലറി നോക്കി, കറക്റ്റ് പങ്ക്ച്വേഷൻ നോക്കി, കറക്റ്റ് കൺജക്ഷൻസ് എങ്ങനെയൊക്കെ എഴുതാം, എങ്ങനെയൊക്കെ ടൈം വന്നാൽ എങ്ങനെയൊക്കെ സെന്റൻസ് മാറ്റി പിടിക്കാം, ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്. സോ ഇതിനു മുമ്പ് ഏഞ്ചലിന് ഞാനൊരു പ്രോമിസ് കൊടുത്തു ദാറ്റ് ഞാൻ ഹാസ് ബീൻ ആൻഡ് ഹാസ് ഹാഡിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും. സോ ഏഞ്ചൽ, ദിസ് ഇസ് ഫോർ യു ആൻഡ് ഫോർ ഓൾ OIT aspirants people. Has been and has had are the two wonderful, crystal clear king words of present perfect tense. Present perfect tense ലാണ് നമ്മൾ has been and has had യൂസ് ചെയ്യുന്നത്. Present perfect is that tense where the action started somewhere in the past and it has connection with the present people. See, as the name itself says, present perfect. So certainly it should have connection with the present. So suppose in our letter, in our task, it says Mr. X hyphen hypertension hyphen 2008. You can expand this sentence in two ways. Either you give importance to the medical condition or you give importance to the word diagnosis. If you give importance to medical condition, how can you expand? Mr. X has had hypertension since 2008. Or you can say Mr. X has been diagnosed with hypertension since 2008. Another lifestyle disease, for example, diabetes. Mr. X hyphen diabetes anengil angel and everyone simply in simple present tense. Mr. X has diabetes. Mr. X hyphen diabetes hyphen 5 years. Now you can expand in two ways. Mr. X has been diagnosed with diabetes for 5 years. Or Mr. X has had diabetes for 5 years. ഒരു കാര്യം പറഞ്ഞു. Yes, sir. ഇതിപ്പം ഈ സംഭവം ഞങ്ങൾ വി ഹാവ് ഡൺ മെനി വീഡിയോസ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കുട്ടി ഞങ്ങളുടെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഒരുപാട് there are many videos. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അല്ലേ. ഇപ്പം ഞങ്ങളൊരു ചെറിയ സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് ഒരുപാട് സമയം എടുത്ത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസ് താഴെയുണ്ട്. ദയവായി നിങ്ങൾ ആ വീഡിയോസ് കാണുക. those who haven't watched those videos, you people are request to watch. okay, അതിൽ ആ ഫേസ്ബുക്കിൽ ഒത്തിരി നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുക, ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. നിങ്ങൾ സമയമെടുത്ത് ശാന്തമായി കേൾക്കുക. അതും വരെ നമ്മൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. അറ്റ് ദ സെയിം ടൈം കുട്ടികളോട് തീർച്ചയായും കുട്ടികൾക്ക് അത് ഷാലിയുടെ വാക്ക് അവർ 100% അവർ അക്സെപ്റ്റ് ചെയ്തു. അത് വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം. ഞാൻ സത്യമായിട്ട് ഒരു ബിലീഫ് ഉണ്ടായിരുന്നു that you would help us to reach 200 shares. 200 അല്ല, നിങ്ങൾ 223 shares ഒപ്പിച്ചു.
ഒപ്പിച്ചു എന്നല്ല സർ ഇസ് ദ റൈറ്റ് വേർഡ് റൈറ്റ് ഞങ്ങളെ എത്തിച്ചു. കാര്യമായ മലയാളം അറിയത്തില്ല കേട്ടോ, എന്തെങ്കിലും പാകപ്പെടേണ്ട നിങ്ങളൊന്ന് തിരുത്തിക്കോണം. താങ്ക് യു സോ മച്ച് പീപ്പിൾ ഫ്രം ദ ഡെപ്ത് ഓഫ് എ ഹാർട്ട്, ലോട്ട്സ് ഓഫ് ലവ്, ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യം കൂടെ, നാളെ നമ്മുടെ കുട്ടികളുടെ എക്സാം ആണ്. ഞങ്ങൾ വളരെ വി പ്രേ ഫോർ യു ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട്. വാട്ട് വി ടോട്ട് വാസ് അബ്സല്യൂട്ട്ലി ഫ്രം ദ ഹാർട്ട്. ഞങ്ങൾ ഹാർട്ടിൽ നിന്നാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും അത് ഹോൾ ഹാർട്ടഡ്ലി തന്നെയാണ്. അപ്പോൾ നാളെ നിങ്ങൾക്ക് നന്നായി എല്ലാ മൊഡ്യൂളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നന്നായി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വരട്ടെ, നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. തീർച്ചയായും ഞങ്ങളും ബി ഗുഡ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു. നിർത്താം. യെസ്, താങ്ക് യു എവ്രിവൺ. ബൈ. മാവേലിക്കര, കൊച്ചി.